സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അവധി മാസങ്ങളിലെ ആശ്വാസധനവും മുടങ്ങി. പരാതി പറഞ്ഞിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. അതിരാവിലെ കുട്ടികൾക്കും അധ്യാപകർക്കും മുന്നേ സ്കൂളിലെത്തണം. ഇന്നെന്താണ് ഉച്ചയ്ക്ക് കഴിക്കാനെന്ന് കുട്ടികൾ കൗതുകത്തോട് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. പണ്ടത്തെ പോലെ കഞ്ഞിയും പയറുമല്ല, വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമാണ്. എല്ലാം ഒരുക്കൽ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെ. രൂപയാണ് ഒരു പാചക തൊഴിലാളിയുടെ ദിവസക്കൂലി. 500 കുട്ടികൾ വരെയുള്ള സ്കൂളിൽ ഒരു തൊഴിലാളി എന്നതാണ് കണക്ക്. 500-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിൽ പിന്നീട് ഓരോ കുട്ടിക്കും 25 പൈസ വീതമാണ് കൂലി വർധന. അധികമുള്ളത് എത്ര കുട്ടികളായാലും പരമാവധി 75 രൂപ എന്ന് ഇത് നിജപ്പെടുത്തിയിട്ടുമുണ്ട്. സ്കൂളിൽ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശമ്പളത്തിൻ്റെ മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ വർഷം മാർച്ചിലത്തെ ശമ്പളം ഇനിയും കിട്ടിയിട്ടില്ല. ഏപ്രിൽ മെയ് 2000 രൂപ വെച്ചിട്ട് നമുക്ക് നേരെ വർദ്ധിച്ചതായിരുന്നു. പക്ഷെ അതും കിട്ടിയിട്ടില്ല. ഇപ്പം ജൂണായില്ലേ, ജൂൺ മാസം ഇത്രയും പകുതി മുക്കാലോളായി. അതുവരെയും ശമ്പളം നമുക്ക് ഈ 3 മാസത്തെ ശമ്പളം ഇനിയും കിട്ടിയിട്ടില്ല. ഒരു ഹോട്ടലിൽ പരമാവധി 200 പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന പാചകക്കാരന് പോലും 1200 രൂപ കൂലി കിട്ടുമ്പോഴാണ് പരമാവധി 675 രൂപ എന്ന ഈ കൂലി. ഈ തുക പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണിപ്പോൾ. 2-3 മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം കിട്ടുക. അതിനും അധികൃതർ കനിയണം. മാർച്ച് മാസത്തെ ശമ്പളവും അവധിക്കാലത്ത് പ്രഖ്യാപിച്ച ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആശ്വാസധനവും ജൂൺ മാസം അവസാനമായിട്ടും ലഭിച്ചിട്ടില്ല. 600 വെച്ചിട്ടാണ് നമുക്ക് കൂലി കിട്ടുന്നത്. പക്ഷേങ്കിൽ എന്ന് വിചാരിച്ചാൽ അത് എത്ര കുട്ടികളുണ്ടായാലും 675 അല്ലാത്ത അതിൻ്റെ കൂടുതലില്ല. ഇപ്പോൾ 2000 കുട്ടികളുണ്ടെങ്കിലും 2500 കുട്ടികളുണ്ടെങ്കിലും നമുക്ക് അത്രേ ശമ്പളം കിട്ടുന്നുള്ളൂ. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. എല്ലാ പരിശോധനകളും നടത്തിയാൽ മാത്രമേ ഹെൽത്ത് കാർഡ് ലഭ്യമാകൂ. സർക്കാർ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് പോയാൽ പകുതിയിലേറെയും സ്വകാര്യ ലാബുകളിലേക്ക് എഴുതി നൽകും. 1000 രൂപയില്ലാതെ സ്വകാര്യ ലാബിൽ ടെസ്റ്റ് ചെയ്യാനാവില്ല. ശമ്പളം ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയാണ് പലരും പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് തയ്യാറാക്കുന്നത്. ഹെൽത്ത് കാർഡ് ആക്കണ്ടെങ്കിൽ 1000 രൂപയിൽ മുകളിൽ വേണം നമുക്ക് ഒരു ഹെൽത്ത് കാർഡ് ആക്കുന്നുണ്ടെങ്കിൽ. അതിനും കൂടെ പൈസയില്ല. അവർ ഹെൽത്ത് കാർഡ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പണിയെടുക്കരുതെന്നാണ് പറയുന്നത്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും കുഞ്ഞുമക്കളെ പട്ടിണിക്കിട്ടുള്ള സമരത്തിന് ഇവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പണമില്ലെങ്കിലും കുട്ടികളുടെ മനസ്സും വയറും നിറയുന്നതിലെ സന്തോഷമാണ് ഇവരിപ്പോൾ പ്രതിഫലമായി കാണുന്നത്. ശമ്പളം കിട്ടാണ്ടും നിങ്ങളിങ്ങനെ ഭക്ഷണം വെക്കുന്നുണ്ട് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മക്കൾക്ക് ഭക്ഷണം വെക്കാണ്ട് നിന്നിട്ടില്ല, ഇതുവരെ നിന്നിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാർ സമരം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യൂല. എന്തുകൊണ്ടാ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 13 കൊല്ലമായി. ആ മക്കളായിട്ടുള്ള ഒരു വേറെ തന്നെയാണ്. അത് നമുക്ക് പറയാൻ പറ്റൂല. ഒരു വിധത്തിലും ന്യായീകരിക്കാനാവാത്ത വിവേചനമാണ് സ്കൂൾ പാചക തൊഴിലാളികൾ നേരിടുന്നത്. തുച്ഛമായ കൂലി പോലും കൃത്യമായി നൽകാതെ ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ചോറും വൻപയർ കറിയും മോര് കറിയും. ഇന്ന് ഈ സ്കൂളിൽ ഇതാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ മെനു. ഭക്ഷണം കഴിച്ച് കുട്ടികൾ സന്തോഷത്തോടെ ക്ലാസ്സുകളിലേക്ക് പോകും. പക്ഷേ രാവിലെ മുതൽ വീട്ട് വരെ ചെയ്യുന്ന ഈ ജോലിക്ക് 600 രൂപ മാത്രമാണ് ഈ പാചക തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. ഇത് ഇങ്ങനെ മതിയോ എന്ന് ചിന്തിക്കേണ്ടത് ബന്ധപ്പെട്ടവരാണ്.